ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ലോഹങ്ങളെക്കുറിച്ച് പഠിക്കാം. കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതമായ കാർബണിജിനിൽ അടങ്ങിയ വാതകങ്ങൾ ഏവയാണ്? ഓക്സിജനും കാർബൺ ഡയോക്സൈഡും. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിംഗ് ഔട്ട്. മുട്ടയുടെ തൊടിൽ പ്രധാനമായും കാണപ്പെടുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബണേറ്റ്. നിക്രോമിൽ അടങ്ങിയ ഘടകങ്ങളാണ് ഇരുമ്പ്, നിക്കൽ, ക്രോമിയം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. ശസ്ത്രക്രിയ നൂൽ നിർമ്മിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഘടകമാണ് കൈറ്റിൻ. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൊഗാലുഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ആലം. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡാണ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസും. ഫിനോഫ്തലിൻ ആസിഡിന് നിറമില്ല. കടൽ ജലത്തിൽ നിന്ന് ലഭിക്കുന്ന ലോഹമാണ് സിങ്ക്. കണ്ണീരിലടങ്ങിയ ലോഹം സിങ്കാണ്. വൃക്കരോഗത്തിന് കാരണമായ ലോഹം കാഡ്മിയം. വൃക്കരോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? കാഡ്മിയമാണ്. കണ്ണീരിലടങ്ങിയ ലോഹം സിങ്ക്. കടൽ ജലത്തിൽ നിന്ന് ലഭിക്കുന്ന ലോഹം സിങ്ക്. ഫിനോഫ്തൽ ആസിഡിന് നിറമില്ല. ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം സീസിയം. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. ജലം ശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം ആലം. ശസ്ത്രക്രിയാ നൂല് കാർബോഹൈഡ്രേറ്റ് ഘടകം കൈറ്റിൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്.